Hi friends, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഇഡലിത്തട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബണ്ണിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബണ്ണ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്, 1 കപ്പ് പാല്, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് പൊങ്ങാനായിട്ട് വെക്കാം. നമ്മുടെ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് വന്നിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാൻ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ 4 സൈഡും ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഒട്ടലുണ്ടാകും, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അങ്ങനെയാണ് ആവേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇനി ഓയിൽ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു മണിക്കൂർ വരെ ഒന്ന് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ കൂടുതൽ സമയം എടുക്കും, ചൂടുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് സമയം മതിയാവും. അപ്പോൾ ഇത് പൊങ്ങുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബന്ന് പൊങ്ങാൻ വെച്ച സമയത്ത് ഇത് അവിടെ വേറെ ഒരാൾ നല്ലോണം വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് തന്നെ ഇപ്പോൾ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടി ഒന്ന് ഇതാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒട്ടും തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിൽ പറ്റി കൊടുക്കാം. ഇനി നമുക്കിതിങ്ങനെ നീളത്തിലൊന്ന് ആക്കിയെടുക്കാം. അതിന് ശേഷം ഒരു ബന്നിന് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതൊരു സിലിണ്ടർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വേണ്ടുന്ന ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം, വേണ്ടുന്ന അത്രയും സൈസിൽ. അപ്പോൾ നമ്മളിത് ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്നുകൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. ഒട്ടും എന്നാലും സാരില്ല കേട്ടോ. ഇനി ഇങ്ങനെ ഷേപ്പ് ചെയ്തൊരു ബണ്ണിൻ്റെ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യാം. അതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇത് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തായാലും ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു മുട്ട ഞാനിപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിന് മുകളിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബണ്ണിന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ബണ്ണിൻ്റെ മേൽഭാഗം നല്ല സോഫ്റ്റ് ആവുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ബേക്ക് ചെയ്യാം. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓവൻ സെറ്റപ്പിലേക്ക് ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുറച്ച് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതോടെ നമ്മുടെ ബണ്ണ് നന്നായിട്ട് അതിനൊന്ന് പൊന്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മുട്ട ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണെല്ലാം ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏകദേശം 30 മിനിറ്റാണ് ടൈം എടുത്തത്. ലോ ഫ്ലെയിമിലാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടോ, ഇത് എല്ലാം നല്ല സോഫ്റ്റാണ്. കാണാൻ കഴിയുന്നില്ല, വളരെ സോഫ്റ്റാണ്. നമ്മളിത് ഈസി ആയിട്ട് ഇഡലിത്തട്ടിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പോലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതായിരിക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.